ഹായ് മക്കളെ, അപ്പം ഷുവറായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന 3 അക്കൗണ്ട്സ് നമ്മൾ സിമ്പിളായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തത് സെയിൽസ് ബുക്ക്, സെക്കൻഡ് നമ്മൾ പർച്ചേസ് ബുക്ക് പഠിക്കും, ദെൻ തേർഡ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് നമ്മൾ പഠിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവറായിട്ട് പഠിച്ചു വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. കൺഫ്യൂഷൻസ് ഉള്ള കുട്ടികളൊക്കെ ആ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. കാരണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 3, 4, 5 മാർക്കിന് ഈ ക്വസ്റ്റ്യൻസ് ഇതിൽ ഏതെങ്കിലും അക്കൗണ്ട്സുകൾ ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? എൻ്റെ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ സെയിൽസ് ഡേ ബുക്ക്. അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, അതായത് നമ്മുടെ മെഷേഴ്സ് ബേബി സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി നടത്തിയിട്ടുള്ള സെയിൽസ് ആണ്. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരും. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 2021 ജനുവരി 1 നമ്മൾ രാഹുൽ ട്രേഡേഴ്സിന് എന്തൊക്കെ വിറ്റിട്ടുണ്ട്? 50 രജിസ്റ്റർ 50 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. 100 നോട്ട് ബുക്ക് 30 രൂപയ്ക്കും വിറ്റിട്ടുണ്ട് അല്ലേ. അവർക്ക് എന്താ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. സെറ്റ്. അതേപോലെ തന്നെ ജനുവരി 5 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്ലോബൽ സ്റ്റേഷനറീസിന് എത്രയാ? 50 കളർ ബുക്സ് 30 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 200 ഫയൽസ് 10 രൂപയ്ക്കും വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ആദ്യം പഠിച്ചു വെക്കേണ്ടത് സെയിൽസ് ഡേ ബുക്കിന്റെ ഫോർമാറ്റ് ആണ്. സിമ്പിൾ ആണ്. ഒരു ഡേറ്റ് കോളം, ഒരു ഇൻവോയ്സ് നമ്പർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതേപോലെ ക്വസ്റ്റ്യനിൽ നമുക്ക് തരും ഇൻവോയ്സ് നമ്പറുകൾ. അപ്പോൾ ഈ നമ്പറുകൾ എന്താക്കണം? റെക്കോർഡ് ചെയ്യാനുള്ള ഒരു കുഞ്ഞി കോളം അത് വരയ്ക്കണം. പിന്നെ നെയിം ഓഫ് സപ്ലയർ, നമ്മൾ ആർക്കാണ് വിറ്റിട്ടുള്ളത് അവരെ പേരും ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കാനുള്ളത്. പിന്നെ ഒരു LF കോളോ ഒരു എമൗണ്ട് കോളോ, ഇത്ര മതി. റെഡി. ഹെഡൊക്കെ കൃത്യമായിട്ട് കൊടുത്തോളാം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹെഡൊക്കെ കൊടുക്കുക. എന്താണ്? സെയിൽസ് ഡേ ബുക്ക്. ഓക്കെ, സെയിൽസ് ഡേ ബുക്ക് ആസ് ഓൺ എന്ന് പറഞ്ഞ് ഹെഡൊക്കെ കൊടുക്കുക. ഡേറ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ കള്ളിയൊക്കെ വരച്ച് വൃത്തിക്ക് തന്നെ എഴുതിയിരിക്കണം മക്കളെ. അതൊക്കെ മാർക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കാം. എന്താ? ജനുവരി 1 നമ്മൾ രാഹുൽ ട്രേഡേഴ്സിന് ഇത്രയും കാര്യങ്ങളാണ് വിറ്റിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നോക്കിക്കേ, സാറോടെ 3 അക്കൗണ്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി എഴുതി വെച്ചത്. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻവോയ്സ് നമ്പർ അല്ലെ, നമുക്ക് ക്വസ്റ്റ്യനുള്ള ഇൻവോയ്സ് നമ്പർ എന്താക്കി ഇങ്ങോട്ട് എടുത്ത് എഴുതി. സെറ്റ് അല്ലേ? പിന്നെയോ നോക്കിയേ, രാഹുൽ ട്രേഡേഴ്സിനല്ലേ നമ്മൾ സാധനങ്ങൾ വിറ്റിട്ടുള്ളതാ. രാഹുൽ ട്രേഡേഴ്സ് ആ ഹെഡ് അങ്ങോട്ട് കൊടുക്കുന്നു അല്ലേ. ഹെഡ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു. എന്നിട്ടോ എന്തൊക്കെയാണ് വിറ്റിട്ടുള്ളത് നമുക്കറിയാം. 50 രജിസ്റ്റർ ആണ് 50 രൂപയ്ക്ക്. 100 നോട്ടാണ് 30 രൂപയ്ക്ക്. അത് അതേപോലെ അങ്ങോട്ട് കാണിച്ചു. 50 രജിസ്റ്റർ 50 രൂപയ്ക്ക് അല്ലേ. അപ്പോൾ 50 × 50 എത്ര? 2500 സെയിൽസ്. പിന്നെയോ 100 നോട്ടാണ് 30 രൂപയ്ക്ക്. അപ്പോൾ 100 × 30 എത്രയാ? 3000. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 2500 3000 5500 അല്ലേ. അതിൻ്റെ കൂടെ നമുക്ക് എന്തോടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്? 10% ട്രേഡ് ഡിസ്കൗണ്ട് അല്ലേ. അവർക്ക് നമ്മൾ എന്താ ഡിസ്കൗണ്ട് കൊടുത്തു അല്ലേ. എത്ര? 10% എന്ന് പറയുമ്പോൾ 5500ന്റെ 10% എത്രയാ? 550. റെഡി. അപ്പോൾ 5500 നിന്നും 550 കുറച്ച് നമ്മൾ എത്ര എടുത്തിട്ടു? 49.50 എടുത്തിട്ടു. സിമ്പിൾ അല്ലേ. ദെൻ അടുത്ത നോക്കിയേ. അടുത്ത എന്താണ്? 5 അല്ലെ. ജനുവരി 5 നമ്മൾ ഗ്ലോബൽ സ്റ്റേഷനറീസിനും ഇതേപോലെ തന്നെ നമ്മൾ വിൽക്കുന്നുണ്ട് അല്ലേ. 50 കളർ ബുക്ക് 30 രൂപയ്ക്കും 200 ഫയൽസ് 10 രൂപയ്ക്കും. അതുപോലെ തന്നെ അങ്ങ് കൊടുക്കുക. ഗ്ലോബൽ സ്റ്റേഷനറി 50 കളർ ബുക്ക് 30 രൂപയ്ക്ക്. അപ്പോൾ 50 × 30 എത്രയാ? 1500. 200 ഫയൽ 10 രൂപയ്ക്ക് എത്രയാ? 2000. അവിടെ ഡിസ്കൗണ്ടുകളും കാര്യങ്ങളൊന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. സോ സിമ്പിൾ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടൂടെ കൂട്ടിയിരുന്നു. എത്രയാ? 3500 എടുത്തിരുന്നു. ദെൻ രണ്ടൂടെ കൂട്ടി ടോട്ടൽ എത്രയാ? 8450. ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് കഴിഞ്ഞു. സിമ്പിൾ അല്ലേ, വളരെ എളുപ്പമല്ലേ അല്ലേ. യെസ്. അപ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ അത് കുറച്ച് കാണിക്കണം എന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ പരിപാടി. റെഡി. പഠിച്ച് വെച്ചോളുക. വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് കഴിയും. റെഡി. ഇതേപോലെ തന്നെ നമുക്ക് ഏതുകൂടെ പഠിക്കാം? നമ്മുടെ പർച്ചേസ് ബുക്കും കൂടെ ഒന്ന് സിമ്പിളായിട്ട് പഠിക്കുക. ഇതേപോലെ തന്നെയാണ് സെയിൽസ് ബുക്കോ പർച്ചേസ് ബുക്കോ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. മറ്റേ നിങ്ങൾക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. പർച്ചേസ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ പർച്ചേസ് ബുക്ക്. ഓക്കെ, അപ്പോൾ മെഷേഴ്സ് വെന്യൂ. ഓക്കെ, നമ്മൾ ഷൂ മാർട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാ? 2020 മെയ് 1 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ജാസ്മിൻ ട്രേഡേഴ്സിൽ നിന്നും അല്ലെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയതാ? 30 അംബ്രല 230 രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. 20 ലെതർ ബാഗ് 560 വാങ്ങിയിട്ടുണ്ട്. 30 സ്കൂൾ ബാഗ് 200 വാങ്ങിയിട്ടുണ്ട്. സെറ്റ് അല്ലേ. നേരത്തെ നമ്മൾ സെയിൽസ് ബുക്കിന്റെ അക്കൗണ്ട് വരച്ചതുപോലെ തന്നെ ഡേറ്റ്, ഇൻവോയ്സ്, പർട്ടിക്കുലർ കൊടുക്കാൻ, പിന്നെ LF എമൗണ്ട് അങ്ങോട്ട് വരയ്ക്കുക. റെഡി. ഹെഡൊക്കെ കൊടുക്കുക. പർച്ചേസ് ബുക്ക് ആസ് ഓൺ ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വൃത്തിക്ക് കൊടുത്തോളാം. ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് അല്ലേ. ഇനി എന്താ? ഡേറ്റ് കൊടുക്കുക. ദെൻ ക്വസ്റ്റ്യനുള്ള ഇൻവോയ്സ് നമ്പർ അല്ലെ എത്രയാ? 624 അല്ലെ. 624 അത് നമ്മൾ കൊടുത്തു. സെറ്റ്. റെഡി. എന്നിട്ടോ ജാസ്മിൻ ട്രേഡേഴ്സിൽ നിന്നാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്? കടത്തിന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെഡ് എന്താ? ജാസ്മിൻ ട്രേഡേഴ്സ് അല്ലെ. എന്തൊക്കെ വാങ്ങി എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അത് അതേപോലെ 30 അംബ്രല 230 എത്രയാ? 6900 രൂപ. 20 ബാഗുകൾ എത്രയാ? 560 11,200. പിന്നെ ഒരു 30 സ്കൂൾ ബാഗുകൾ 200 രൂപയ്ക്ക് 6000. സെറ്റ് അല്ലേ. റെഡി അല്ലേ. ആ 3 കൂടെ ടോട്ടൽ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ എന്താ ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ 3 കൂടെ ടോട്ടൽ ചെയ്യുന്നു. എത്ര? 24,100 നമ്മൾ ഔട്ടർ കോളത്തിൽ എമൗണ്ട് കോളത്തിലേക്ക് ഇറക്കിയിടുന്നു. അതേപോലെ തന്നെ ശ്രദ്ധിച്ചോ. അടുത്ത എന്താ നമ്മൾ പറഞ്ഞത്? 15 അല്ലേ. എത്രയാണ്?
15 പർച്ചേസ്ഡ് ഫ്രം ഹരി ട്രേഡേഴ്സ്. ഓക്കെ, ഹരി ട്രേഡേഴ്സിന് നമ്മൾ കടത്തിന് എന്ത് വാങ്ങി? 831 നമ്മളെ ഇൻവോയ്സ് നമ്പർ. എന്ത് വാങ്ങി? 10 പെയർ ഓഫ് ലെതർ ഷൂ 800 രൂപയ്ക്ക് അല്ലേ. അപ്പോൾ 10 ലെതർ ഷൂ വാങ്ങിയിട്ടുണ്ട്. അവർക്ക് എന്താ നമുക്ക് എന്തും തന്നിട്ടുണ്ട്, അവർ ഡിസ്കൗണ്ടും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഹരി ട്രേഡേഴ്സിൽ നിന്നും 10 ഷൂസ് 800 രൂപയ്ക്ക് എത്രയാ? 8000 വരും. 10% നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ എത്രയാ? 800. അപ്പോൾ എത്രയാ? 8000 മൈനസ് 800 7200 എടുത്തിട്ടു. രണ്ടും കൂടെ കൂട്ടുന്നു 31300. യെസ്, എന്താ ടോട്ടൽ ചെയ്തിരുന്നു. പരിപാടി കഴിഞ്ഞില്ലേ? വളരെ എളുപ്പമല്ലേ. അപ്പോൾ പഠിച്ചു വെച്ചോളാം. ഷുവറാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ലെങ്കിൽ സെയിൽസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ബുക്ക് നിർബന്ധമായിട്ടും വളരെ എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. വെറുതെ ഒരു 4-3 മാർക്ക് മിസ്സാക്കാൻ നിൽക്കണ്ട, പഠിച്ചു വെച്ചോളാം. സെറ്റ്. ഇനിയുള്ള ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ പഠിച്ചു വെച്ചോളാം. ക്യാഷ് ബുക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഡബിൾ കോളം ക്യാഷ് ബുക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്ക് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താ ക്യാഷ് ബുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോ, സിമ്പിളായി നമുക്ക് നോക്കാം. ആദ്യം തന്നെ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ സെറ്റ്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആയാലും ക്യാഷ് ബുക്ക് ആയാലും പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത് ഇതിൻ്റെ ഫോർമാറ്റാണ്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഡേറ്റ്, പർട്ടിക്കുലർ, LF, ക്യാഷ്, ബാങ്ക്. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആയതുകൊണ്ട് നമുക്കറിയാം 2 കോളം ഉണ്ടാവും അല്ലേ. ക്യാഷിൻ്റെ കോളം ഉണ്ടാവും, ബാങ്കിൻ്റെ കോളം ഉണ്ടാവും. ഇനിയിപ്പോൾ നോർമൽ അല്ലേ സിമ്പിൾ ക്യാഷ് ബുക്ക് ആണെങ്കിലോ അവിടെ എന്തേ വരുള്ളൂ? ക്യാഷിൻ്റെ കോളം മാത്രമേ വരുള്ളൂ അല്ലേ. സെറ്റ്. അപ്പോൾ അതുപോലെ തന്നെ ഡെബിറ്റ്, പർട്ടിക്കുലർ, LF, ക്യാഷ്, ബാങ്ക്. സെറ്റ്. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അത് അതുപോലെ വൃത്തിക്ക് പഠിച്ചു വെച്ചോളാം. സാർ എപ്പോഴും പറയുന്നതാണ് സ്കെയിലും പെൻസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അക്കൗണ്ട്സ് വരയ്ക്കുക. എറൈസറൊക്കെ യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. ഓക്കെ, റെഡി? വൃത്തിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. സെറ്റ്. റെഡി? അപ്പോൾ നമുക്ക് എന്താ ഓരോ ട്രാൻസാക്ഷൻസും ഇനി റെക്കോർഡ് ചെയ്യണമല്ലോ. അപ്പോൾ ക്യാഷ് ബുക്കിനെ കുറിച്ച് ആദ്യം മക്കൾ ഓർത്ത് വെക്കേണ്ടത് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൈഡ് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? റെസീപ്റ്റ് സൈഡ് ആണെന്നും ക്യാഷ് ബുക്കിൻ്റെ ഈ സൈഡ് ഏത് സൈഡ്? ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, പേയ്മെന്റ് സൈഡ് ആണെന്നുമാണ് മക്കൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇത് ക്രെഡിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് എന്താ? പേയ്മെന്റ് സൈഡ് ആണ്. ഇത് ഡെബിറ്റ് സൈഡ് ആണ്. ഡെബിറ്റ് സൈഡ് എന്താ? റെസീപ്റ്റ് സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് വായിക്കാം. ഒന്നാമത്തെ എന്താണ്? ജനുവരി 1 നമ്മളെന്താ നമ്മുടെ കയ്യിൽ ക്യാഷും അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിലുള്ള ക്യാഷ് എമൗണ്ടും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അല്ലേ, നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുക. നമ്മളെ റെസീപ്റ്റ് സൈഡ് ആയിട്ടുള്ള ഡെബിറ്റ് സൈഡിൽ നമ്മളെന്താ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് എത്രയാ? 90,000, ബാങ്കിൽ എത്രയാ? 60,000 ഉണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി. അടുത്ത ട്രാൻസാക്ഷൻ നോക്കിയാൽ ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് എന്നാണ്. നമുക്കറിയാം ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ട്രാൻസാക്ഷനാണ് ഏത്? കോൺട്രാ എൻട്രി ട്രാൻസാക്ഷൻ അല്ലേ. ഏതാണ്? കോൺട്രാ എൻട്രി ട്രാൻസാക്ഷൻ. എന്താണ് കോൺട്രാ എൻട്രി ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസാക്ഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 സൈഡിൽ ബോത്ത് സൈഡ്സിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുക? കോൺട്രാ എൻട്രി എന്ന് പറയുക. അതായത് അതേസമയം ക്യാഷിനെയും ബാങ്കിനെയും എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ട്രാൻസാക്ഷൻസ് ആണ് ഇത് കോൺട്രാ എൻട്രി അല്ലെങ്കിൽ കോൺട്രാ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാ, ഒന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും മറ്റേതാണ് ബാങ്കിൽ നിന്ന് നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതും. ഈ 2 ട്രാൻസാക്ഷൻസ് ആണ് എന്താ നിങ്ങൾക്ക് കോൺട്രാ ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുള്ളത് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ, ആദ്യത്തെ എന്താണ്? ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നല്ലേ. റെഡി? അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? സിമ്പിൾ. ഇവിടെ എത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി മക്കൾ. അവിടെ ശ്രദ്ധിച്ചോ. റെഡി? ബാങ്കിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്? റെസിപ്റ്റ് ഉണ്ട്, പേയ്മെന്റ് ഉണ്ടല്ലോ അല്ലെ. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആർക്കാ അവിടെ റെസിപ്റ്റ്? യെസ്, നമുക്കറിയാം ബാങ്കിനാണ് റെസിപ്റ്റ് അല്ലെ. ബാങ്കിലേക്കല്ലേ പൈസ പോകുന്നത് അല്ലെ. ക്യാഷ് ആണ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത്. ഇതല്ലേ അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ എഫക്റ്റ് തന്നെ നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ റെസിപ്റ്റ് ആർക്കാണ്? ബാങ്കിനാണ്. അപ്പോൾ നമുക്കറിയാലോ ഇതെന്ത് സൈഡാ? റെസിപ്റ്റ് സൈഡ് അല്ലേ. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക? ബാങ്ക് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് അങ്ങോട്ട് റെക്കോർഡ് ചെയ്യുക. റെഡി അല്ലേ? ഇനി നമുക്കറിയാം പേയ്മെന്റ് ആരാണ്? ക്യാഷ് ആണ്. അപ്പോൾ പേയ്മെന്റ് സൈഡിൽ എന്ത് ചെയ്യുക? ക്യാഷ് കോളത്തിൽ നമ്മൾ എന്താ? യെസ്, പേയ്മെന്റ് ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എഴുതുക. സിമ്പിൾ അല്ലേ? ഇനി നോക്കിക്കോ ബാങ്ക് കോളത്തിലല്ലേ റെസീപ്റ്റ് സൈഡിൽ നമ്മൾ ആ ഒരു എമൗണ്ട് എഴുതി. അപ്പോൾ എന്ത് ചെയ്യുക? ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ഏതാ? ക്യാഷ് അല്ലേ. അത് നമ്മൾ എന്താ? യെസ്, നമ്മുടെ പെർട്ടിക്കുലർ കോളത്തിൽ എഴുതുക. അതേപോലെ തന്നെ അവിടെ നോക്കിയോ, ക്രെഡിറ്റ് സൈഡിൽ ഏതാ? നമ്മൾ ക്യാഷിലല്ലേ എമൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാഷിന് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ ബാങ്ക് അത് നേരെ എടുത്ത് എന്ത് ചെയ്യുക? പെർട്ടിക്കുലർ കോളത്തിൽ ഇതാ. സിമ്പിൾ. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു. ഓക്കെ അല്ലേ? എന്നിട്ട് നേരെ നമ്മുടെ LF കോളത്തിൽ ഇതാ SC എന്ന് പ്രത്യേകം കൊടുക്കണം, കോൺട്രാ എൻട്രി എന്നുള്ളത്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അത്രയുള്ള പരിപാടി. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. റിസീവ്ഡ് ക്യാഷ് ഫ്രം റിന്യൂവിൽ നിന്നും ക്യാഷ് കിട്ടി. അറിയാലോ, റെസിപ്റ്റ് ആണ്. സോ എന്താ? റെസിപ്റ്റ് സൈഡിൽ റിന്യൂ ക്യാഷ്.
സെറ്റ് റെഡി. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കിക്കോ, എന്താ ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലെ, നമ്മൾ എന്താ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ക്യാഷിന് പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാലോ ജേണൽ എൻട്രി എന്താ വരിക അല്ലെ, പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷ് ആണ്, ക്യാഷ് പേയ്മെന്റ് ആണ്, പേയ്മെന്റ് ചെയ്തതാണ് അല്ലെ. അപ്പം അറിയാലോ പേയ്മെന്റ് സൈഡ് ഏതാ, ക്രെഡിറ്റ് സൈഡ് അല്ലെ, അവിടെ എന്താ പർച്ചേസ് ക്യാഷ് എത്രയാ 5000 പേയ്മെന്റ് ചെയ്തു. സിമ്പിൾ. ദെൻ അടുത്ത് നോക്കിക്കോ, എന്താണ് ഇതാ ബോട്ട് ഫർണിച്ചർ ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് അല്ലെ, നമ്മളെന്താ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, എന്താ ക്യാഷ് ആയിട്ടാണോ, അല്ല നമ്മൾ ചെക്കാ കൊടുത്തല്ലേ, ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻ ആണ്. അപ്പം നമുക്കറിയാം അവിടുത്തെ ജേണൽ എൻട്രി എന്താ വരിക, ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ബാങ്ക് ആണ് അല്ലെ, പേയ്മെന്റ് ബാങ്ക് ത്രൂ ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ പേയ്മെന്റ് സൈഡിൽ എന്താ ഫർണിച്ചർ എന്ന് എഴുതുന്നു, എന്നിട്ടോ ബാങ്ക് ത്രൂ അല്ലെ, ബാങ്കിൽ നമ്മൾ എന്താ 12000 കാണിക്കുന്നു. സിമ്പിൾ എളുപ്പല്ലേ. നമ്മൾ നോക്കി അടുത്ത് എന്താ പെയ്ഡ് സാബു ബൈ ചെക്ക് അല്ലെ, സാബുവിന് നമ്മൾ എന്ത് ചെയ്തു, ചെക്ക് ത്രൂ പേയ്മെന്റ് നടത്തി. അപ്പം അറിയാലോ അല്ലെ, എന്താ സാബു അക്കൗണ്ട് അപ് ടു പേയ്മെന്റ്, പേയ്മെന്റ് എന്താ ബാങ്ക് ആണ് അല്ലെ, അപ്പം എന്താണ് ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ് ആണ്. അപ്പം ബാങ്ക് ത്രൂ സാബു ബാങ്ക് ത്രൂ 2000 കാണിച്ചു. ദെൻ ലാസ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം, ഇത് എന്താ ഒരു കോൺട്രാക്ട് ട്രാൻസാക്ഷൻ ആണ് അല്ലെ, എന്താണ് ഡ്യൂ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ് അല്ലെ, ഓഫീസ് യൂസിന് വേണ്ടി നമ്മൾ ബാങ്കിൽ നിന്നും പൈസ വിഡ്രോ ചെയ്തു അല്ലെ, വിഡ്രോ ചെയ്തു എന്നുള്ളതാണ്. റെഡി. അപ്പോൾ മക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബേസിൽ ഓക്കെ റെസീപ്റ്റ് പേയ്മെന്റ് ബേസിൽ മക്കൾ ഇതിന്റെ ഒന്ന് പറഞ്ഞു തന്നെ എങ്ങനെയാണ് വരിക അല്ലെ, നമ്മൾ പേയ്മെന്റ് നമ്മൾ എന്താ ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്തു അല്ലെ, വിഡ്രോ ചെയ്തു. അപ്പോൾ ആർക്കാ റെസീപ്റ്റ് അല്ലെ, നമുക്ക് ക്യാഷ് അല്ലെ, നമുക്ക് എന്താ ക്യാഷ് റെസീപ്റ്റ് ആയി, ബാങ്കാണ് നമുക്ക് തരുന്നത് അല്ലെ. അപ്പോൾ ബാങ്കിന് എന്താണത് പേയ്മെന്റ് ആണ് അല്ലെ, ബാങ്ക് നമുക്ക് പേ ചെയ്ത് തന്നതാണ്, ബാങ്കിനാണ് ഇതിന് പേയ്മെന്റ്. അപ്പോൾ ഇത് അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ പോരെ. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, നോക്കിയാൽ റെസീപ്റ്റ് സൈഡിൽ ഏതാണ് ക്യാഷ് ആണല്ലോ. അപ്പോൾ നേരെ എന്താ റെസീപ്റ്റ് സൈഡിൽ ക്യാഷ് കോളത്തിൽ അല്ലെ, എത്ര എമൗണ്ട് വരുന്നത് 10,000 ആണ് അല്ലെ. അപ്പോൾ ക്യാഷ് കോളത്തിൽ 10,000 നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നു. റെഡി. പേയ്മെന്റ് ആർക്കാണ്, നമുക്കറിയാം ബാങ്കിനാണ്. സെറ്റ് അല്ലേ. അപ്പോൾ നേരെ പേയ്മെന്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ നമ്മൾ എന്ത് റെക്കോർഡ് ചെയ്യുന്നു, 10,000 റെക്കോർഡ് ചെയ്യുന്നു. സെറ്റ് അല്ലേ. കഴിഞ്ഞില്ലേ. ഇനി എന്ത് ചെയ്താൽ മതി നോക്കിക്കോ, ഇനി എന്ത് ചെയ്താൽ മതി, ക്യാഷ് കോളത്തിലാണ് നമ്മൾ എന്താ എമൗണ്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ നേരെ ക്യാഷിന്റെ നേരെ ഓപ്പോസിറ്റ് ബാങ്ക് എന്ന് പെർട്ടിക്കുലർ കോളത്തിൽ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ബാങ്ക് കോളത്തിലാണ് നമ്മൾ എമൗണ്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബാങ്കിന് നേരെ ഓപ്പോസിറ്റ് ക്യാഷ് എന്ന് പെർട്ടിക്കുലർ കോളത്തിൽ എഴുതി കൊടുക്കുക. എന്നിട്ടോ നമ്മൾ LF കോളത്തിൽ എന്താണ് അത് കോൺട്രാക്ട് ട്രാൻസാക്ഷൻ ആണെന്ന് ഒന്ന് അങ്ങോട്ട് മെൻഷൻ ചെയ്യുക. പരിപാടി കഴിഞ്ഞു. സിമ്പിൾ അല്ലേ. ഓക്കെ അല്ലടാ, റെഡി അല്ലേ. ഇത്രയേ ഉള്ളൂ. ഇതാണ് എന്തെന്ന് നമ്മുടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളൂ. ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും പർച്ചേസ് ബുക്കും അതുപോലെ തന്നെ സെയിൽസ് ബുക്കും. ഓക്കെ ബൈ.